ചക്കക്കുരു ഉലത്താണ് ഞാനിത് ഉണ്ടാക്കുന്നത്. കറി ഉണ്ടാക്കാനായി 20 ചക്കക്കുരു ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തോലൊക്കെ ചുരണ്ടിക്കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുക്കണം. ചക്കക്കുരു വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നീളത്തിൽ 4ആയി കീറിയെടുക്കാം. ഇനി ചക്കക്കുരുവിലേക്ക് ചേർക്കാനായി 1/4 കപ്പ് തേങ്ങാക്കൊത്ത് കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. പ്രഷർ കുക്കറിലാണ് ഞാൻ ചക്കക്കുരു വേവിച്ചെടുക്കുന്നത്. ഒരു ചീനച്ചട്ടിയിൽ വേവിച്ചെടുത്താലും മതി. ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ അരിഞ്ഞു വെച്ച തേങ്ങാക്കൊത്ത് കൂടി ഇടാം. ഇതിലേക്ക് ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കൂടെ ഒരു നുള്ളി മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. വേവാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കഷ്ണങ്ങൾക്ക് നികക്കെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, കൂടുതൽ വെള്ളം ചേർക്കണ്ട. ഇനി ഇത് വേവിച്ചെടുക്കാം. കുരു 4ആയി കട്ട് ചെയ്തത് കൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. അതുകൊണ്ട് ഒരു വിസിൽ വരുന്നവരെ വേവിച്ചാൽ മതി. 2ആയി വലിപ്പത്തിലാണ് കീറിയതെങ്കിൽ 2 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കണം. ഇതിപ്പോൾ ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഇനി തീ ഓഫാക്കി വെച്ച് തനിയെ പ്രഷർ പോയ ശേഷം തുറന്നാൽ മതി. ഇനി വെന്ത ചക്കക്കുരുവിലേക്ക് ചേർക്കാനായി 8 ചെറിയ ഉള്ളി, 5 അല്ലി വെളുത്തുള്ളിയും 3 വറ്റൽമുളകും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചതച്ചെടുക്കണം. മിക്സിയിലാണ് ചതക്കുന്നതെങ്കിൽ മുളക് ചെറുതായി കട്ട് ചെയ്തിട്ട് ചെറുതായി ഒന്ന് കറക്കിയെടുത്താൽ മതി. എല്ലാം കൂടി ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. ചക്കക്കുരു പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെച്ച ശേഷം മറ്റൊരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുക്കാം. പാത്രം ചൂടായ ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായ ശേഷം 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി തീ കുറച്ച് വെച്ച് ചതച്ച് വെച്ചത് കൂടി ഇതിലേക്കിട്ട് നന്നായി വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുരു വേവിച്ച വെള്ളത്തോടു കൂടി തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിന് ചെറിയ തീയിൽ 3 മിനിറ്റോളം തിളപ്പിച്ചാൽ മതി. വെള്ളം കൂടുതൽ വറ്റിക്കണ്ട. ചെറുതായി ഒന്ന് വറ്റി തുടങ്ങിയ ശേഷം വാങ്ങി വെക്കാം. ചോറിന് വിളമ്പാനാകുമ്പോഴത്തേക്ക് വെള്ളം നന്നായി വറ്റും. കുറച്ച് വെള്ളം ബാക്കി വന്നാലും നല്ല ടേസ്റ്റാണ് ഈ കറി.